PSC പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കി യുവമോർച്ച. സംസ്ഥാനത്തെ കളക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ചാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം കടുപ്പിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. പ്രശാന്ത്, PSC പരീക്ഷാ ക്രമക്കേട് വിഷയം അത് വലിയ രീതിയിൽ ചർച്ചയാകുന്ന നിമിഷമാണ്. എന്തിനേറെ പറയുന്നു, സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഈ ഉദ്യോഗാർത്ഥികൾ റാങ്ക് പട്ടികയിലുള്ളവർ, റാങ്ക് ഹോൾഡേഴ്സ് സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളോളമാകുന്നു. അവർ മണ്ണ് വാരി അടക്കം കഴിച്ചും സമരം ചെയ്തു. എന്നിട്ടും ഈ സർക്കാർ യാതൊന്നും ചെയ്തില്ല. അപ്പോഴും ചേർത്ത് പിടിച്ചത് യുവമോർച്ചയാണ്, BJP ആണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ യുവമോർച്ച പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണല്ലോ. ഗുഡ് മോർണിംഗ് രാഖി, അശ്വതി. PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയത്തിലും LPSC റാങ്ക് ഹോൾഡേഴ്സ് സമരമിരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം യുവമോർച്ച പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഇന്നു മുതൽ വിവിധ കളക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ചാണ് സമരം ശക്തമാക്കുന്നത്. 5, 6, 7, 8 തീയതികളിലാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നത്. ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധിക്കാനാണ് യുവമോർച്ചയുടെ നീക്കം. കളക്ടറേറ്റുകളിലേക്കാണ് ഈ സമര പരിപാടികളുടെ ആദ്യഘട്ടമെന്ന നിലയിൽ കളക്ടറേറ്റുകളിലേക്കാണ് മാർച്ച് നടത്തുന്നത്. അതോടൊപ്പം തന്നെ 8-ാം തീയതി തിരുവനന്തപുരം കളക്ടറേറ്റിലേക്കും യുവമോർച്ച മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്യും. PSCയുമായി ബന്ധപ്പെട്ട വ്യാപക ക്രമക്കേടുകളാണ് ഉയർന്നു വരുന്നത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ തന്നെ അന്വേഷണം നടക്കുന്ന സാഹചര്യമുണ്ട്. ഇഷ്ടക്കാർക്ക് സ്വജനപക്ഷപാതം നടത്തിയും ഇഷ്ടക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകിയും PSC നിയമനങ്ങൾ നടത്തുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടത്തുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ റാങ്ക് പ്രസിദ്ധീകരിച്ചിട്ട് പോലും നിയമനമാകാതെ PSC ഉദ്യോഗാർത്ഥികൾ ഇവിടെ തിരുവനന്തപുരത്ത് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു, സത്യാഗ്രഹം ഇരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അവരെ തിരിഞ്ഞു നോക്കാൻ പോലും ഒരു സർക്കാർ തയ്യാറാകുന്നില്ല, സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല. PSCയുടേതായ രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഇതിലാണ് ഇപ്പോൾ യുവമോർച്ച പ്രതിഷേധം കൂടി ശക്തമാക്കുന്നത്. എന്തായാലും വിവിധ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. അതിൽ LPSC റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരവും അവർ ഇത്തരത്തിൽ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരമിരിക്കുമ്പോൾ ആ സമരത്തെ കണ്ടില്ല എന്ന് നടിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ വരുന്ന 3 ദിവസം സംസ്ഥാന വ്യാപകമായ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. ഇപ്പോഴും ഈ സമരപ്പന്തലിൽ സത്യാഗ്രഹം തുടരുകയാണ്. കടുത്ത പ്രതിഷേധത്തിലാണ്. 30 ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ പ്രതിഷേധം ആരംഭിച്ചിട്ട്, സമരം ആരംഭിച്ചിട്ട്. ഇപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. എങ്ങനെയാണ് ഇതിനിടയിൽ എന്തെങ്കിലും നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നടന്നിരുന്നോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 മാസത്തെ സാവകാശം വേണമെന്നുള്ള കാര്യം ഒരു ലെറ്റർ മൂലം ഇന്നലെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ലെറ്റർ കൊണ്ടുവന്നിരുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥർ. അപ്പം നമുക്ക് പറയാനുള്ളത്, ഈ ഒരു ലെറ്ററിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഇവിടെ സമരം കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മുടെ ആവശ്യം ഇവർ അംഗീകരിക്കുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ചയോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ സംസാരിക്കാനോ അല്ലെങ്കിൽ ഇത് 2 മാസത്തെ സാവകാശം വേണം എന്നുള്ള ഒരു കാര്യം മുഖ്യമന്ത്രി നേരിട്ട് സമരപ്പന്തലിലെത്തി ഉദ്യോഗാർത്ഥികളോട് നമുക്കിത് ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്നുള്ളൊരു കാര്യം ആവശ്യപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭ്യർത്ഥന. അതുതന്നെയാണ് രാഖി. ഇതിനിടയിൽ ഒരു കത്ത് നൽകിയതൊഴിച്ചു കഴിഞ്ഞാൽ, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒരു കത്ത് നൽകിയതൊഴിച്ചു കഴിഞ്ഞാൽ മറ്റ് യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ റാങ്ക് ഹോൾഡേഴ്സും പറയുന്നത്. ഇങ്ങനെ അനവധി ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ റാങ്ക് ഹോൾഡേഴ്സ് ഇവിടെ സമരമിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പരീക്ഷ എഴുതിയ ശേഷവും നിയമനമാകാതെ നടക്കുന്ന 100 കണക്കിന് ഉദ്യോഗാർത്ഥികൾ പുറത്തു നിൽക്കുമ്പോഴാണ് സ്വജനപക്ഷപാതം നടത്തിക്കൊണ്ട് ഇഷ്ടക്കാർക്ക് യഥേഷ്ടം നിയമനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. PSCയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ഉണ്ടാകുന്നത്. ആ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെയർമാൻ PSCയുടെ ചെയർമാൻ അടക്കം ഇപ്പോൾ സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചെയർമാനിലേക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണം. ഉദ്യോഗാർത്ഥികൾ അവരുടെ സമരം ഇതുവരെയും അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവർ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും അവർക്കൊപ്പം യുവമോർച്ച ഉണ്ട്. പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അവരെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് തീരുമാനം.